കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ വെബ് പോർട്ടലിൻ്റെയും ഉദ്ഘാടനം 2025 ഫെബ്രുവരി 19 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അപ്പോൾ അന്ന് നിലവിൽ കേരളത്തിൽ വന്നിട്ടുള്ള വെബ് പോർട്ടലിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വെബ് പോർട്ടലിനെ ഒന്ന് പരിചയപ്പെടുകയാണ്. അത് അപ്ഡേറ്റ് ആയിട്ടില്ല, പക്ഷെങ്കിൽ പോലും ഈ വെബ് പോർട്ടൽ എന്താണ്, അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരെന്താണ്, അതിൽ കൃത്യമായിട്ട് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ആദ്യമായിട്ട് directselling.kerala.gov.in എന്ന് പറയുന്നത് നമ്മളുടെ ബ്രൗസറിൽ കയറിയിട്ട് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലൊരു ഇൻ്റർഫേസാണ്. നമുക്കിവിടെ കാണാൻ പറ്റും പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്, കേരള സർക്കാർ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ഈ കാണുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുള്ള, അതായത് റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും വകുപ്പ്, എൻറോൾ ചെയ്യുന്ന DSCകൾ, നിയമങ്ങളും ചട്ടങ്ങളും, കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സാർ, അന്ന് നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ സെക്രട്ടറി, അത്തരത്തിലുള്ള മെയിനായിട്ട് ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയൊക്കെ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ വകുപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വകുപ്പിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. പിന്നെ എൻറോൾ ചെയ്തിരിക്കുന്ന DSCകൾ നിലവിൽ ആരും എൻറോൾ ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ ബ്ലാങ്കായിട്ട് കാണുന്നത്. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഏതാണോ അത് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഏകദേശം ഒരു 6ഓളം PDF-കൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോഗിൻ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏത് കമ്പനിയാണോ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് അവർക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മാത്രമല്ല ഇവിടെ കാണാൻ സാധിക്കുന്ന കുറേ ഡീറ്റെയിൽസ്, ആ പ്രോഗ്രാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ആരൊക്കെയാണ് ഇവിടെ എൻറോൾ ചെയ്തിരിക്കുന്നത്. എൻറോൾ മീൻസ് ഏതൊക്കെ മേഖലകൾ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ മിഷൻ എന്താണ്, പ്രൊഫൈൽ എന്താണ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് വെബ്സൈറ്റ്. ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് അല്ല, അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മോണിറ്ററിംഗ് കേരളത്തിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കേരളമാണ് ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വെബ്സൈറ്റും കേരളത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ്, ബൈ.